വള്ളിക്കുന്നിൽ TV എബ്രഹാം, ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ അടക്കം 4 സീറ്റുകളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. കുന്നംകുളത്ത് PT അജയ് മോഹൻ മുന്നേറുകയാണ്. 83 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. 83 എന്നുള്ള കണക്കിലേക്ക് UDF ഉയരുന്നുണ്ട്. 52 ഇടത്താണ് LDF ലീഡ് ചെയ്യുന്നത്. NDA 4 എന്നുള്ളതാണ് കണക്ക്. അബിൻ വർക്കി ആറന്മുളയിൽ മുന്നിലാണ്. തുടക്കത്തിൽ ഒരു ഘട്ടത്തിൽ മാത്രമാണ് മന്ത്രി വീണ ജോർജ് മുന്നിൽ വന്നിട്ടുള്ളത്. തൃത്താലയും സമാനമായ സാഹചര്യമുണ്ട്. അവിടെ MP രാജേഷ് ചിത്രത്തിലെ വന്നിട്ടുള്ള VT ബൽറാമാണ് തുടക്കം മുതൽ ലീഡ് ചെയ്യുന്നത്. മന്ത്രി K രാജൻ ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. CK കാസിം UDF സ്ഥാനാർത്ഥി കാസിം 1000-ൽ പരം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഒല്ലൂരിൽ K രാജന്റെ ലീഡ് 335 കുറഞ്ഞിരിക്കുന്നു. 83 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. 52 സീറ്റുകളിലാണ് LDFന് മുന്നേറാൻ കഴിയുന്നത്. NDA കൃത്യമായി 4 സീറ്റുകളിൽ അവരുടെ ലീഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണാർക്കാട് N ഷംസുദ്ദീൻ 3000-ൽ പരം വോട്ടുകൾക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടം മുതൽ തന്നെ മണ്ണാർക്കാട് N ഷംസുദ്ദീന്റെ ലീഡാണ് കണ്ടുകൊണ്ടിരുന്നത്. അമ്പലപ്പുഴയിൽ H സലാം 749 വോട്ടുകൾക്ക് അവിടെ UDFിലെ സ്വതന്ത്രൻ മുന്നിൽ വന്നിരുന്നു. ഇടയ്ക്ക് G സുധാകരൻ മുന്നിൽ വന്നെങ്കിലും ഇപ്പോൾ LDF സ്ഥാനാർത്ഥി H സലാം 700-ലധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ഉടുമ്പൻചോലയിൽ സേനാപതി വേണു UDF സ്ഥാനാർത്ഥി മുന്നേറുകയാണ്. കാഞ്ഞങ്ങാട് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ 1500-ലധികം വോട്ടുകൾക്ക് മുന്നേറുകയാണ്. പത്തനാപുരത്ത് എനിക്ക് തോന്നുന്നു ജ്യോതികുമാർ ചാമക്കാലയാണ് വീണ്ടും മുന്നിൽ വന്നിരിക്കുന്നത്. KB ഗണേഷ് കുമാർ പിന്നിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ മുന്നിൽ നിൽക്കുന്നു. പയ്യന്നൂരിൽ TI മധുസൂദനൻ തന്നെ മുന്നിൽ നിൽക്കുന്നു. നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ ഒരുപാടധികം വിവാദങ്ങൾ സംഭവിച്ചതാണ്. പക്ഷെ അവിടെയൊന്നും ആ വിവാദങ്ങളൊന്നും ഒരല്പം പോലും വേശിയില്ല എന്നുള്ളതാണ് അവിടുത്തെ കണക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ പിന്നിലാണ്. ചാത്തന്നൂരിൽ കളമശ്ശേരിയിൽ V അബ്ദുൽ ഗഫൂർ 500-ലധികം വോട്ടുകൾക്ക് അവിടെ മന്ത്രി P രാജീവാണ് എതിർ സ്ഥാനാർത്ഥി. P രാജീവിനേക്കാൾ അബ്ദുൽ ഗഫൂർ കൂടുതൽ വോട്ടുകൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ചവറയിൽ ഷിബു ബേബി ജോൺ മുന്നിട്ട് നിൽക്കുകയാണ്. നെടുമങ്ങാട് GRNലാണ് മുന്നിൽ നിൽക്കുന്നത്. നെടുമങ്ങാട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മീനാങ്കൽ കുമാർ CPI വിട്ടുവന്ന നേതാവാണ് UDFന് വേണ്ടി മത്സരിച്ചത്. പക്ഷേ അദ്ദേഹം ചിത്രത്തിലേ വന്നിട്ടില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.